എല്ലാവർക്കും സ്വാഗതം. ശരണ്യയുടെ വീട്ടിലേക്ക് അലീന ചെല്ലുമ്പോൾ ഗോപൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ കൂടെ കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത്? നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ശരണ്യനെ കാണാനാണ് വന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ നീ ഇങ്ങോട്ടേക്ക് വരുന്നത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല എന്ന് പറയും ഗോപൻ. അപ്പോൾ നിങ്ങൾക്ക് ശരണ്യനെ ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശരണ്യനെ ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞത്, നീ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ ശരണ്യനോടുള്ള സ്നേഹം കൊണ്ടും ഇതൊക്കെ കൊണ്ടാണ് അലീന വരുന്നതെന്നാണ് അലീന പറയുന്നത്. അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന സമയത്ത് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവളെ വേണ്ട പോലെ കെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവൾ മറ്റൊരുത്തൻ്റെ കൂടെ സ്നേഹം തേടി പോയപ്പോൾ നിങ്ങൾക്കത് ഇങ്ങനെ കണ്ടെത്താൻ കഴിയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഗോപൻ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഗോപൻ പറയുന്നുണ്ടായിരുന്നു, ഇത് നിൻ്റെ വീടല്ല എൻ്റെ വീടാണെന്ന്. അത് കേട്ടുകൊണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഗോപൻ മര്യാദയ്ക്ക് സംസാരിക്കുക, നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ലേ എന്ന് പറയും. അപ്പോൾ ഗോപൻ പറയുന്നുണ്ടായിരുന്നു, ഇവളെ നമ്മൾ ആരും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടില്ലല്ലോ, എന്തിനാ കൂടെ കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ അവൾ ശരണ്യനെ കണ്ടിട്ട് പോയിക്കോട്ടെ എന്നാണ് കേട്ടോ ശരണ്യയുടെ അച്ഛൻ പറയുന്നത്. അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഗോപൻ അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് പോവേ. അലീന പറയുന്നുണ്ടായിരുന്നു, അവൻ പിണങ്ങി പോയല്ലോ എന്ന്. അത് സാറില്ല, കുറച്ച് കഴിയുമ്പോൾ വന്നോളൂ എന്ന് ശരണ്യയുടെ അച്ഛനും പറയൂ കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു ലാഭത്തിന് വേണ്ടി വരുന്നതല്ല, എനിക്കൊന്നും വേണ്ട, ഞാനിങ്ങനെ ശരണ്യനോടുള്ള അലിവ് കൊണ്ട് വരുന്നതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വന്നതിന് ശേഷം അവൾക്ക് മാറ്റില്ലേ എന്നൊക്കെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പറയും, കയറി കണ്ടോ, കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ അലീന അകത്തേക്ക് പോവും. അപ്പോൾ ശരണ്യയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരണ്യയുടെ അമ്മ. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഞാൻ തനിയെ കഴിച്ചോളാം എന്നൊക്കെ അതിൻ്റെ കൂടെ അലീനേനെ കൂടെ കാണും കേട്ടോ. അപ്പോഴാണ് പറയുന്നത്, ഞാൻ തനിയെ കഴിച്ചോളാന്ന്, അപ്പോൾ ഇനിയിപ്പോൾ നിൻ്റെ കയ്യിലും കൂടെ പറ്റിക്കേണ്ട, ഞാൻ തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളെ, നീ ഇപ്പോൾ നോർമലായാലോ, അങ്ങനെ എണീച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ശരണ്യനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മ അലീനേനെ കാണുമ്പോൾ അവിടെ നിന്ന് എണീക്കും കേട്ടോ. അപ്പോൾ ശരണ്യയുടെ അമ്മേനെ അവിടെ തന്നെ പിടിച്ചിരുത്തുന്നുണ്ട്, അവിടെ ഇരുന്ന് കൊടുക്കാൻ പറയും കേട്ടോ. എന്നിട്ട് അലീന അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയർ അടുത്തേക്ക് നീക്കിയിട്ടിട്ട് അലീന അവിടെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ ശരണ്യയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എനിക്കും കൂടെ ഒരു വായ തരുമോ, നിങ്ങളുടെ മൂത്ത മകൻ്റെ പ്രായമല്ലേ ഉള്ളൂ എനിക്ക് എന്ന് പറയുമ്പോൾ ശരണ്യയുടെ അമ്മ അലീനയ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ട് ശരണ്യാണെങ്കിലും ഭയങ്കര ചിരി കേട്ടോ, വായ ഇങ്ങനെ പൊത്തി പിടിച്ചാൽ ചിരിക്കുന്നത് കൈകൊണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ അങ്ങനെ ചിരി മറച്ചു പിടിക്കുന്നത്, നിൻ്റെ ചിരി എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കൈ വായയുടെ അവിടെ നിന്ന് അങ്ങ് മാറ്റും കേട്ടോ. എന്നിട്ട് വീണ്ടും ശരണ്യ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അമ്മേനോട് പറഞ്ഞതാ തനിയെ കഴിച്ചോളാന്ന്, പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ വേണം അമ്മമാരായാൽ, ഇതാണ് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശരണ്യയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അലീന അവിടുന്ന് ശരണ്യയുടെ അമ്മ പോകട്ടോ. അപ്പോൾ അലീന ശരണ്യയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് അവിടെ ഒരു ജനലൊക്കെ ഉണ്ട്, അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തുറക്കാമെന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു, വേണ്ട, അത് തുറന്നിട്ടുണ്ടെങ്കിൽ അയൽക്കാരൊക്കെ എൻ്റെ അടുത്തേക്ക് വരും, അപ്പോൾ വന്നോട്ടെ എന്ന് ഇങ്ങനെ അലീന പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് അവരെ ഫേസ് ചെയ്യാനൊക്കെ മടിയാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ശരണ്യയുടെ അടുത്ത് വന്നിട്ട് അലീന ഇരിക്കും. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, മോള് പോയിട്ട് ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് വേറെ വേഷമൊക്കെ ഒന്ന് ധരിച്ചിട്ട് വാന്ന് പറയട്ടെ. അപ്പോൾ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്, നമുക്ക് പുറത്ത് പോകാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് വേണ്ട, ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോൾ എന്താ പറയുകയെന്ന് പറയുമ്പോൾ ആൾക്കാർ ഒന്നും പറയില്ല, നീ ഇങ്ങനെ മുറി അടച്ചിരിക്കേണ്ടവളല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശരണ്യനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ, മേലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് ശരണ്യയുടെ അമ്മയാണെങ്കിൽ മുറ്റത്ത് അലക്കിയ തുണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓമനക്കുട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുക. അപ്പോൾ കളിക്കാൻ പോയതായിരുന്നു എന്ന് പറയുമ്പോൾ ശരണ്യയുടെ അമ്മ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. പരീക്ഷയല്ലേ, പോയിരുന്ന് പഠിച്ചൂടെ, എപ്പോഴും ഇങ്ങനെ കളിച്ച് നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓമനക്കുട്ടൻ ചോദിക്കുന്നുണ്ട്, ആ ചേച്ചി വന്നിട്ട് പോയോന്ന്? അപ്പോൾ ഇല്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ ശരണ്യ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മേലൊക്കെ കഴുകി നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അലീന മുടിയൊക്കെ ചീകി നല്ല ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരണ്യയുടെ അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊന്ന് പുറത്ത് പോയിക്കോട്ടെ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയുന്നത് വേണ്ട എന്നാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഇവളെ കാണുമ്പോൾ എന്താ പറയുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ അങ്ങ് പറയുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ എന്താ ഈ പറയുന്നത്, ഇവളെ ഏത് സമയവും ഇങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ ഇങ്ങനെ അടച്ചിട്ടിരിക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അലീനയാണെങ്കിലും ഇവളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ ജീവിതം നശിച്ചു പോയില്ലേ എന്നുള്ള രീതിയിലാണ് കേട്ടോ ശരണ്യയുടെ അച്ഛൻ സംസാരിക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇവളുടെ ജീവിതം ഒന്നും നശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവൾക്ക് നല്ലൊരു കല്യാണാലോചന കിട്ടുമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണോ നല്ല ജീവിതം എന്നൊക്കെ ചോദിച്ചിട്ട് അലീന കുറേ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിലും ഒന്നുമില്ലാത്തടത്തുനിന്ന് ഒരു ഓർഫനേജിൽ നിന്നാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു.
നല്ല കുറച്ച് മനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒന്നുമില്ലായിരുന്നു, അത് നിങ്ങളെക്കാളും പാവപ്പെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ശരണ്യയുടെ അച്ഛൻ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പാവങ്ങളല്ലേ എന്നൊക്കെയാട്ടോ പറയുന്നത്. ആൾക്കാർ അവളെ നോക്കി എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് പറയുമ്പോൾ അതൊക്കെ തെറ്റായ ചിന്തയാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് എന്തായാലും അവർ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവളെങ്ങനെ റൂമിനുള്ളിൽ തന്നെ അടച്ചിട്ടല്ല വേണ്ടത്, ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങണം, പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീനെ ശരണ്യനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. അവരങ്ങ് നടന്ന് പോകുന്നതും നോക്കി ഇങ്ങനെ ശരണ്യയുടെ അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഓമനക്കുട്ടനോട്, നീയും കൂടെ ചെല്ലി, 2 പെൺകുട്ടികൾ ഒറ്റയ്ക്കല്ലേ എന്ന് പറയൂ കേട്ടോ. അങ്ങനെ ഓമനക്കുട്ടനും അവരുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അലീന വന്ന സമയത്ത് ഗോപനാണെങ്കിലും അലീനയോട് അങ്ങോട്ടേക്ക് വരേണ്ട, ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അച്ഛൻ വരുമ്പോൾ സമുദായക്കാർ ഇവളെ അടുപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് അച്ഛനോട് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അച്ഛനതൊന്നും പ്രശ്നമല്ല കേട്ടോ. അപ്പം അച്ഛൻ അലീനയോട് കയറി കാണാനാണല്ലോ പറഞ്ഞത്. അങ്ങനെ പിന്നെ അവർ നടക്കാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ ഒരു കനാലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ ഒരു പന്ത് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഏതോ ഒരു കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വീണതാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും. മോളെ, നീ കനാലിൽ കുളിക്കാൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതിലെ ഇങ്ങനെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കോ എന്ന് ചോദിക്കും കേട്ടോ അലീന. അല്ല, അമ്മയുടെ കൂടെ, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കാണുമെന്ന് പറയുമ്പോൾ കുറേ കൂട്ടുകാരുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ അലീന ചോദിക്കുകയാണ് ശരണ്യനോട്. അപ്പോൾ കുറച്ച് കൂട്ടുകാരുടെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചെറുതിലെ കളിച്ചിരുന്ന കളികളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് കളികൾ ഇങ്ങനെ കളിക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാം വലുതായില്ലേ, ഇപ്പോൾ ഇങ്ങനെ കളികളൊന്നും കാണാനും ആരും കളിക്കാറുമില്ലല്ലോ, ഇപ്പോൾ എല്ലാവരും മൊബൈലിലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് പേര് ഇവരെ തന്നെ നോക്കി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ശരണ്യ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകണ്ട, അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറയട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം, അവരെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ തല ഉയർത്തി പിടിച്ച് തന്നെ സംസാരിക്കണം, അവരുടെ മുന്നിൽ തല കുനിച്ച് നടക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ അലീന അവരുടെ മുന്നിലൂടെ അങ്ങ് പോകുന്നത്. അപ്പോൾ അവരങ്ങ് ചെല്ലുന്ന സമയത്ത് ആ 3 പേരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രഭാകരേട്ടൻ്റെ മോളല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അതിജീവിത എന്നിങ്ങനെ പറയുമ്പോൾ, മോളെ നിൻ്റെ പേര് പറയുമെന്ന് പറയും. അപ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പേര് ശരണ്യ എന്നാണെന്ന് പറയും. അപ്പോൾ പേര് പറയാൻ പാടില്ലല്ലോ, അതിജീവിത എന്നല്ലേ പറയാൻ പാടുള്ളൂ എന്ന് അവർ 3 പേരും കൂടെ പറയുകയാണ്. അപ്പോൾ അതിജീവിത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയോ? ഇപ്പോൾ ഒരു വലിയൊരു കെട്ടിടത്തിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് വന്നാൽ നിങ്ങൾ അയാൾക്ക് പോയി കൈ കൊടുക്കും അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു, വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഒരാൾ നീന്തി രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ് ഈ കുട്ടി എന്നൊക്കെ ഇങ്ങനെ അലീന പറയൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് സംഭവിച്ചാലും അതിജീവിത എന്നേ പറയാൻ പറ്റുള്ളൂ, അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ അയച്ച് സഹായിച്ചില്ലെങ്കിലും ഇങ്ങനെ നിന്ദിക്കാതിരിക്കാം എന്നൊക്കെ ഇങ്ങനെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടി തന്നെയാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. എന്തായാലും പിന്നീട് ശരണ്യയുടെ അച്ഛനും ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ മോള് പുറത്തിറങ്ങി തുടങ്ങിയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ. അപ്പോൾ ആ പെൺകൊച്ച് വന്ന് വിളിച്ചുകൊണ്ട് പോയതാണെന്ന് പറയുമ്പോൾ അതേതായാലും നന്നായി, എത്രയാണെന്ന് വെച്ചാൽ കൊച്ചല്ലേ എന്നൊക്കെ അവരും പറയുകയാണ്. അങ്ങനെ പിന്നെ അവർ നടന്നങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ അവിടെയാണ് പിന്നീട് എത്തുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഇതൊരു അമ്പലമാണല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു, അതേ അമ്പലമാണ്. അപ്പോൾ ശരണ്യ എവിടെയാണോ ഇങ്ങനെ ഇടയ്ക്ക് വരാറുള്ളത് തൊഴാനെന്നൊക്കെ ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രമാണ്, വീട്ടിലിരുന്നാൽ രാവിലെ തന്നെ ഇവിടുത്തെ കീർത്തനങ്ങളൊക്കെ കേൾക്കാമെന്ന് പറയട്ടോ. എന്തായാലും നമുക്കൊന്ന് തൊഴുതിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഓമനക്കുട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അത് വേണോ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എന്നിട്ട് വേണം ഇവളെ മുറിയടച്ച് വാതിലടച്ച് അവിടെ ഇടാൻ എന്നൊക്കെ പറയട്ടെ, എന്തായാലും ഒന്ന് തൊഴുതിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അമ്പലത്തിൻ്റെ. എന്നിട്ട് അലീനയാണെങ്കിലും ശരണ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ടോ, നമുക്ക് ഒരുപാട് ഭാഗ്യം തരണം, സൗഭാഗ്യങ്ങൾ തരണം എന്നൊന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, നമുക്കുള്ളതെല്ലാം ദൈവത്തിനെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്, എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ തൊഴാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ മാല കെട്ടിക്കൊണ്ടൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, തൊഴാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ 2 പേരും നിന്നിട്ട് തൊഴുന്നുണ്ട്. അപ്പോൾ അലീനയോട് ശരണ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചിയും തൊഴാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓമനക്കുട്ടനെ ശരണ്യയുടെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഇവിടെ കുഴപ്പമൊന്നുമില്ല, അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഓമനക്കുട്ടനും പിന്നീട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തൊഴുതിട്ട് വരുമ്പോൾ അവിടുത്തെ നമ്പൂതിരിയാണെങ്കിലും അവർക്ക് തീർത്തും പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, 2 പേർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശരണ്യാണെങ്കിലും പ്രസാദമൊക്കെ നെറ്റിയിൽ തൊടുന്നുണ്ട്. അതുപോലെ തന്നെ അലീനയ്ക്കും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പിന്നെ അതൊക്കെ കഴിഞ്ഞ് തൊഴുതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരണ്യ അലീനയോട് ഇങ്ങനെ ചേച്ചി ഒന്ന് നിന്നേന്ന് പറയൂ കേട്ടോ. എന്നിട്ട്
നെറ്റിയിൽ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. ശരണ്യാണെങ്കിലും ചേച്ചി ഇങ്ങനെ അമ്പലത്തിലൊക്കെ വന്ന് തൊഴാറുണ്ടോ, ചേച്ചി ക്രിസ്ത്യാനി അല്ലേ എന്നാണ് കേട്ടോ ശരണ്യ ചോദിക്കുന്നത്. അപ്പോൾ വിളിക്കുന്ന ദൈവങ്ങൾക്ക് മാത്രമേ മാറ്റുള്ളൂ, അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൃഷ്ണൻ എന്ന് വിളിക്കും, ഞാൻ യേശു എന്ന് വിളിക്കുന്നു ഇങ്ങനെ അലീന പറയാനായിട്ട്. ശരണ്യ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ കൃഷ്ണൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ വിളിക്കുന്ന ദൈവങ്ങൾക്കും അതുപോലെ തന്നെ ഒക്കെ പേരിൽ ചില ഇങ്ങനെ അക്ഷരങ്ങൾ മാറ്റമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ അലീനയും പറയാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് പ്രമോ ആണ് കാണിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിട്ട് കാണിച്ചത്. പിന്നെ പ്രമോയിൽ ശരണ്യ പറയുന്നുണ്ടായിരുന്നു ചേച്ചി ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ആ രോഹിത് എന്ന് പറയുന്ന ആളെ എന്നൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഒരു ഞെട്ടലാണ്. പിന്നീട് അലീന വീട്ടിൽ വന്ന ശേഷം ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു രോഹിത് ഇങ്ങനെ ശരണ്യനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ നീ പറഞ്ഞ അത്രയും അറിവ് മതി എനിക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ നാട്ടിലെ പോലീസും കോടതിയൊക്കെ പിന്നെ എന്തിനാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്ന ബാലചന്ദ്രനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രമോല് ഇത്രയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്.